നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ കുറേ ദിവസമായി വായിക്കുന്ന കാര്യങ്ങളാണ്, കേൾക്കുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും സജിത അനുഭവിക്കുന്ന ആൾ അത് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ നമുക്കെല്ലാം തന്നെ മനസ്സിലാക്കുന്ന ആ ഉത്തരവാദിത്വം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഇനി ഒരുപാട് പേര് ജെൻഡർ ഇതനുസരിച്ച് തന്നെ സംസാരിക്കാനുള്ള അതിൻ്റെ എല്ലാ തരത്തിലും ജെൻഡറിനെ കുറിച്ച് വളരെ ഇപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ ഉഷ വീറ്റി അവിടെ ജെൻഡർ ഇതിൻ്റെ തലപ്പത്ത് പ്രവർത്തിച്ച ആളാണ് ഉഷ. അടുത്ത് നമ്മളോട് സംസാരിക്കുന്ന ഉഷയാണ്. പക്ഷേ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഈ സമൂഹത്തെയും സിനിമയെയും മാധ്യമരംഗത്തെയും. ഇതിനൊക്കെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഇതുണ്ട്. മാധ്യമരംഗം, സീരിയൽ രംഗം, പിന്നെ കലാകാരികളുടെ ഇപ്പോൾ ചിത്രകാരികൾ, അങ്ങനെ പല പല ഫീൽഡുകളിൽ ഇത് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓഫീസുകളിൽ ഇപ്പോൾ നമുക്കറിയാം വൈശാഖ കേസൊക്കെ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിലാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൊട്ടക്റ്റഡ് ആണെന്ന്. പക്ഷേ എൻ്റെ ഒരു അനുഭവം, ഞാൻ ദൂരദർശനിൽ ന്യൂസ് എഡിറ്റർ ആയിരിക്കുമ്പോഴുള്ള ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ അവിടെ 18 ന്യൂസ് റീഡർമാർ ഒരു ദിവസം ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെന്തുകൊണ്ട് ന്യൂസ് വായിക്കുമ്പോൾ കൃത്യമായി സമയത്ത് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ ന്യൂസ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് ചോദിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, അത് മാഡത്തെ പോലും മനസ്സിലാക്കുന്നില്ല ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇവിടുത്തെ ഒരു മേക്കപ്പ്, ഈ 18 പേരും പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്യുമ്പം സ്റ്റുഡിയോയിൽ കയറുന്ന മുൻപ് മേക്കപ്പ് ചെയ്യുമ്പം വളരെ മോശമായിട്ട് അവരോട് പെരുമാറുന്നു. ഒരാളും തന്നെ അവർക്ക് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരാളില്ല എന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ പുറകിൽ പോകുമ്പോൾ ഉള്ള ഒരു അനുഭവം പറയുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളത് എഴുതി തരണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഇതിപ്പോൾ തന്നെ ഇത് ശരിയാക്കി കളയാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. അവരെഴുതിക്കൊണ്ട് വന്നു. അവർ 18 പേരും ഒപ്പിട്ട് എഴുതിക്കൊണ്ട് തന്നു. ആകെ 21 ന്യൂസ് റീഡർമാരാണ് അന്ന് ദൂരദർശനിലുള്ളത്. 3 പേര് പുരുഷന്മാരും 18 സ്ത്രീകളും. ആ 18 സ്ത്രീകളും ആദ്യത്തെ ന്യൂസ് റീഡർ ഹേമലത ഉൾപ്പെടെ എഴുതിക്കൊണ്ട് തരികയാണ്, ഞങ്ങളെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന്. അപ്പം ഞാനിത് വാങ്ങി ഉടൻ തന്നെ ഇതിൻ്റേതായ പ്രൊസീജിയർ എടുക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുറിയിലേക്ക് സഹപ്രവർത്തകരായ നിരവധി പേര് വന്നു. അവരെന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരിക്കലും കൊടുക്കരുത്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജോലി പോവും, അയാളുടെ ഭാര്യ എന്ത് കരുതും, അയാളുടെ കുടുംബം തകർക്കരുത്, ഇത് കൊടുക്കരുത്, ഇതൊരിക്കലും മുകളിലോട്ട് പ്രഷറൈസ് ചെയ്യരുത്, ഇത് ബീന ഇത് തിരിച്ചെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും, ഇതൊരു ഔദ്യോഗികമായൊരു ഇതാണ്. അത് മാത്രമല്ല അയാളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അയാളാണല്ലോ. ഈ 18 പേരോട് മോശമായി പെരുമാറുമ്പോൾ അയാളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് അന്നത്തെ ഹെഡ് ഓഫ് ഓഫീസിന് കൊടുത്തു കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ 3 മാസം ഇത് അനങ്ങുന്നതേ ഇല്ല, ഇതിനെക്കുറിച്ച് ഒരു ഇതുമില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ അവിടെ, ഈ ന്യൂസ് റീഡർമാർ അവിടെയൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കളിയാക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഓടിക്കോ ദേ വരുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മളെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും. അങ്ങനെ ഇവർ അങ്ങ് ഭയങ്കര ഡിമോറലൈസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും പത്രത്തിൽ കൊടുത്തു നോക്കി. 1-2 പത്രങ്ങൾ അത് ഇങ്ങനെ ഒരു ദൂരദർശൻ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രഷർ പുറത്തുനിന്ന് ഉണ്ടാക്കിയപ്പോഴേക്കും കമ്മിറ്റി രൂപീകരിച്ചു. ഐസിക്ക് വിട്ടു. ജയലളിതാംബികയായിരുന്നു. അവർ വന്നു, ഇവരെല്ലാവരെയും വിളിച്ച് തെളിവെടുത്തു. പുറത്തുനിന്ന് 1-2 പേര് വന്ന് പറഞ്ഞു, ഞങ്ങൾ പുറത്തുനിന്ന് പിന്നെ ഇവിടെ വന്ന് ദൂരദർശനിൽ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പീഡനം ഏറ്റിട്ടുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ആ റിപ്പോർട്ടെല്ലാം കൊടുത്തു, ഇയാൾ കുറ്റക്കാരനാണെന്നെല്ലാം പറഞ്ഞു. 6 മാസം പിന്നെയും അവിടെ ഇരുന്നു. ഒരു തീരുമാനം എടുക്കുന്നില്ല, ഒന്നും തന്നെ തീരുമാനം എടുക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഈ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ വയ്യ. കാര്യം എന്തെന്ന് വെച്ചാൽ അവരെന്നെയും കൂടെ വിശ്വസിച്ചിട്ട് എഴുതി തന്നതാണ്. അവർക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാൻ പോലും നിവർത്തിയില്ല. കാര്യം എന്താ വെച്ചാൽ അവിടെ എല്ലാം ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ കളിയാക്കുക. അവസാനം TN സീമ അന്ന് രാജ്യസഭ MP ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്തെങ്കിലും ചെയ്തു തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കും അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, പിള്ളേർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ രാജ്യസഭയുടെ ഫ്ലോറിൽ ഇതിനെ കൊണ്ടുപോയി ഇഷ്യൂ ഇവിടെ തിരുവനന്തപുരം ദൂരദർശനിലെ ആ ഇഷ്യൂ അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ച്. ആ അംബിക സോണിയാണ് മന്ത്രി. അന്ന് വൈകുന്നേരം അയാളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അയാളെ മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. എങ്കിൽ പോലും ശരിക്കും നമ്മൾ സസ്പെൻഷനൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഇടപെടുമ്പം എത്രമാത്രം നമ്മൾ വേറെ പ്രഷറും കൂടെ ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ. ഞാൻ അവിടെ നിന്ന കാലത്തോളം അയാളെ തിരിച്ചു വരാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പോയി കഴിയുമ്പം നമ്മളെപ്പോലെ അത്ര ഉത്തരവാദിത്വം ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ ഒരാളില്ലെങ്കിൽ പിന്നെ നാച്ചുറലി അവർ തിരിച്ചു വരികയും നമ്മളാണ് കുറ്റക്കാരെന്ന് പറയും. അപ്പം അതുകൊണ്ട് WCCയുടെ ഇപ്പോൾ സരിതയാണെങ്കിലും മീൻചിച്ചാണെങ്കിലും ഇവരെല്ലാവരും തന്നെ കടന്നു പോകുന്ന അപ്പം നമ്മളെല്ലാം അപ്പോഴത്തേക്കും തന്നെ പേര് മാറുവാണ്.
നമ്മൾ ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണ്, ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, എന്തോ ഒരു വലിയ മോശം ഒരാളാണിത് ഇതിനകത്ത്. നമ്മളും ഇതിനു വേണ്ടി നിൽക്കുമ്പോൾ, ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ ആരും ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും ഇവരിപ്പോൾ കടന്നു പോകുന്നത് എത്രമാത്രം വലിയ ഒരു ഇതിൽ കൂടിയാണ്. ഇതിനു മുമ്പ് ഗീത ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടി ആദ്യകാലത്ത് SWCC രൂപീകരിക്കുന്ന സമയത്ത് മാനവീയ വീതിയിൽ നമ്മൾ വലിയൊരു പരിപാടി ഇതുപോലെ സംഘടിപ്പിച്ചിരുന്നു, WCCക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അതേ ഒരു പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ഇതെങ്ങനെ കേരളത്തിനെ മൊത്തം ലിംഗ ബോധത്തെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി 10 മിനിറ്റ് വെച്ചിട്ട് ബാക്കി 3-4 പേരുണ്ട്. അപ്പോൾ ഉഷ VT സംസാരിക്കും. ഇത്രയും ഭംഗിയായിട്ട് മലയാളത്തിൽ സംസാരിച്ച ആൾക്കാരുടെ ശേഷം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനേ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷൊക്കെയാണ് അധികം, എസ്പെഷ്യലി ടെർമിനോളജിയൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ എനിക്ക് വരുള്ളൂ. അതുകൊണ്ട് പ്ലീസ് accept my apologies for that. First of all, my congratulations to Beena and this group for having organized a meeting like this. It is very thought-provoking. Actually, the issues brought up into the open, into the media by the WCC are not new at all. We have been talking about these issues for so many generations. In 1975, the Towards Equality report was released. 1975. What happened beyond that? Nothing much. Of course, some girls' education, some facilities were given, a little bit of facilities here and there. The ideas of a sexual harassment committee began there somewhere, but nothing still happened. Adu kazhinjittu we had, that was a Towards Equality report. It was a huge report with studies conducted by people from IITs and all very powerful researchers. Ennittum adellam submit chedu. Everybody said wonderful report, and we realized for the first time that although the constitution says women in India are equal to the men and they should not face discrimination just like the men do, but still, they should not face discrimination in the same way as, they have the same powers and the same rights as the men do. But we know that the reality is different. All of us know that. Men, women, everybody knows that. And of course, they put down the reasons for all this as the society. What happens in society? What happens in families? This is where the roots of our patriarchal issues start. So this is where we should start if we should really solve the problems that they are talking about. What happened? Sexual harassment is not the only form of harassment. Sexual harassment is a terrible form of harassment. We all know that. But it's not the only form of harassment. There are so many forms of harassment. And even it doesn't require a violent issue to take place. It can come in so many subtle manners. And that is what all of us face at every different stage of our lives. Whether we are a 3-year-old child, the woman can be just a 3-month-old child sometimes. But she is not free from harassment of some form or the other. And even I've heard people comment on very small children. Why is that child wearing such a small frock, such a short frock? What does the child know about all these issues? Her sexuality, she doesn't even know she's a girl. But still, she suffers all these consequences. Now, why is this? It's about time we started thinking differently. We start thinking from the grassroots itself. We start thinking from the very roots. Why can't we start working differently? I'm sorry, I'm moving away from WCC and the issues in cinema. But I think this is a wonderful opportunity that the media, the press, everybody has come together to talk about this issue. Let us not stop with just talking about this issue. Let us move forward to more and more concrete measures that will help us bring changes about in our society.
we have started gender sensitizing the police. I mean, I worked with I don't work with the Center for Women's Development, Center for... Yes, with the Women's Development Commission, but I work as consultant with them to help them sensitize the police. Anisha also is there as part of the team. So we tried to sensitize all the police personnel from top to bottom. I don't know whether it has made any change so far. We're just hoping at least some people among the whole lot of police personnel from top to bottom who have undergone the training sessions will perhaps have a different perspective when they talk to women and will change their attitude towards women. Here what we are talking about is dignity, basic dignity. Why is it that when a woman is spoken about, it is, you use derogatory terms like aval, other, so on. Whereas when you talk about a male actor, even sometimes you have very respectful terms, angere, so on. So why can't we have the same kind of terms used for both? Is there any reason why, language cannot be more respectful when we talk to a person? Why cannot we talk to a woman with the same dignity with which we talk to a man? So those kind of things can be more consciously raised and thought about. And also, she was telling us, Sajita was telling us about the IC, the internal committee against sexual harassment. Well, this committee was recommended a long time back. We didn't have a law till 2013, the POSH Act. But even before that, we had the Vishaka rules, the Supreme Court judgment in Vishaka, which told us, almost the same things as the POSH committee is, POSH Act has now come, with a few additions maybe. All these things were there. Legislation was there in our society. Why is it that they have not been concretized? When people don't even know that these laws exist. People don't even know that, for instance, you have a IC, for instance, internal committee, or that you can approach the committee, or that you should have these facilities in your office or workplace. Why is it not possible for a cinema world, which has so much money, to invest a small part of this money into basic comforts for their staff, especially their women staff? So all this is not very impossible at all. It just requires a little effort, a little sensitization, and and of course maybe a lot of posters all around the place saying that in case you are having problems, please approach these numbers or these people and so on. So there are hundreds of little ways in which we can work towards having a more gender sensitive, more complete society, not a biased society like the one which we are living in. So this is what I had to suggest. We have these provisions in our legislation, but people are not aware of it. It's about time we made these provisions more public, and it's about time we really got down to work and made our society as gender just as possible. Thank you. നമുക്കറിയാം, ഏത് രംഗത്താണെങ്കിലും എന്നാണെങ്കിലും ഒരു സ്ത്രീയായി ജനിച്ച് ജീവിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ 3 മാസം ഉള്ള കുട്ടിയാണെങ്കിൽ പോലും അന്ന് മുതൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിവേചനം. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനിടയ്ക്ക് ചുറ്റുപാട് നിന്ന് കേൾക്കുന്നതാണ്. അപ്പോഴാണ് നേരത്തെ സജിതയൊക്കെ പറഞ്ഞ പോലെ, ബീന ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ, എന്തിനാണ് സിനിമയിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഫീൽഡിൽ പോകുന്നത് എന്നുള്ള ചോദ്യം. അപ്പോൾ അത് എല്ലായിടത്തും, ഇപ്പം ശ്രീമതി ഉഷ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇത് പരന്നു കിടക്കുവാണ്. ഇത് വലിയൊരു ജോലിയാണ്. ഇപ്പം നമ്മൾക്ക് നമ്മുടെ തലമുറ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത് ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അടുത്ത തലമുറ നന്നായി ജീവിക്കണം എന്നാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ബാക്കി വയ്ക്കാവുന്ന ഒരു ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല.
അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പം നമുക്കറിയാം പണ്ട് തൊഴിൽ രംഗത്ത് വരുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പം മാധ്യമരംഗത്താണെന്നുണ്ടെങ്കിലും IT മേഖലയിലൊക്കെ ആണെങ്കിലും ധാരാളം സ്ത്രീകളുടെ സാന്നിധ്യമുണ്ട്. ഇപ്പം IT മേഖലയിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ പിന്നെ ഈ ജെൻഡർ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നറിയാം. എനിക്കെപ്പോഴും ഒരു താല്പര്യമുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം അവർക്ക് ജോലി സമയം, വളരെയേറെ നീണ്ട ജോലി സമയമുണ്ട്, ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട്. ആണും പെണ്ണും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ലാതെ ഇടപഴകേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഈ കഴക്കൂട്ടത്തൊക്കെ തന്നെ അറിയാം, അവർ രാത്രി വരുമ്പോഴൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് പെൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന നാട്ടുകാരെയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സഹപ്രവർത്തകരെയും ഒക്കെ കുറിച്ച്. പിന്നെ ഇവർ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടവരാണ്, അവരുടെ ഓൺസൈറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ടും വർക്കിൻ്റെ ഭാഗമായിട്ടും ഒക്കെ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഈ സാങ്കേതിക മേഖല IT മേഖലയിലെ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് വളരെ ദീർഘകാലമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് രാധിക വിശ്വനാഥൻ. ഒരു EWIT എന്ന് പറയുന്ന ഒരു NGO തന്നെ രാധിക വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു 10 മിനിറ്റിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് IT മേഖലയിലെ പെൺകുട്ടികളുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്, അത് ശരിക്കും നമ്മൾ അധികം അറിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ രാധികയുടെ വാക്കുകൾക്ക് നമ്മളെ എൻലൈറ്റൻ ചെയ്യാൻ പറ്റും. താങ്ക് യു ബീന മാം. സഹയാത്രികരായിട്ടുള്ള കുറേ പേര് ചുറ്റും കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു ചോദ്യം എന്താണെന്നുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടോ? എല്ലാവരും മാധ്യമപ്രവർത്തകർ മൈക്കൊക്കെ കൊണ്ട് എല്ലാവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ഞെട്ടിയോ? റിപ്പോർട്ട് വായിച്ചു ഞെട്ടിയോ? ഇതായിരുന്നു സ്ഥിരം ചോദ്യം. കാണുന്ന പിന്നെ മഹാനടന്മാരെയും ബാക്കിയുള്ള ഇൻഡസ്ട്രിയായിട്ട് ബന്ധമുള്ളവരോടെല്ലാം ചോദിക്കുകയാണ്, ഞെട്ടിയോ എന്ന്. അത് ഞെട്ടേണ്ട ഒരു വിഷയമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാർക്ക് തോന്നിയായിരുന്നോ? കാരണം ഈ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ പബ്ലിക് സ്പേസിൽ, പൊതുബോധത്തിൽ എത്രയോ കാലമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. ഇതിലൊന്നും പുതുതായിട്ട് ഒരു വരി പോലും അതിലില്ല. സിനിമാ പ്രവർത്തകർക്കറിയാം, അവിടെ മറ്റേ ആണുങ്ങൾക്കും അറിയാം, പെണ്ണുങ്ങൾക്കും അറിയാം. കാരണം മറ്റേ സിനിമാ വാരികകളിലെ പിന്നാമ്പുര കഥകൾ, അണിയറ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ കഥകൾ എഴുതുന്നുണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ. അത് പണ്ടുള്ള മഞ്ഞപ്പത്രങ്ങൾ, പിന്നെ മാസികകളൊക്കെയുള്ള വിഷയമായിരുന്നു. ഇപ്പോൾ അതിന് യൂട്യൂബ് വേർഷൻസ് ഉണ്ട്. സിനിമയുടെ പിന്നണി പ്രവർത്തകരെന്ന് പറഞ്ഞ് നിരന്നിരുന്ന് കഥ പറയുന്നതാണ്. അപരാധ കഥകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ടായിരുന്നു. മലയാളിയുടെ പൊതുബോധത്തിൽ ഈ കഥകളെല്ലാം നന്നായിട്ടറിയാം. അതിൽ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ലായിരുന്നു. എല്ലാവരും വിചാരിച്ചെന്താണ്, അതൊരു നോർമൽ സംഭവമാണ്, അതിലെന്ത് ഇത്രയ്ക്ക് പിന്നെ അതിശയിക്കാൻ എന്തിരിക്കുന്നത്? സിനിമയിൽ ഇങ്ങനെയാണ്. സിനിമയിലെ ഇത് ആണത്വത്തിൻ്റെ പ്രതിരൂപങ്ങൾക്ക് ബോഡി കൗണ്ട് എടുക്കുന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. സ്ത്രീകളാണെങ്കിലോ മറ്റേ നൗട്ടങ്കികളെന്നോ കൂത്തിച്ചികളെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കലാകാരികളാണ്. അവരങ്ങനെയാണ്. കലയിലാണോ സ്ത്രീകൾ? അവരെങ്ങനെയാണെന്നുള്ളതിന് കുറച്ച് അതിൻ്റെ ആ ഭാവങ്ങളും രസങ്ങളും ഒക്കെ ചേർത്ത് ഒരു വിജൃംഭിതരായിട്ട് ആ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരും കറക്റ്റായിട്ട് ഈ സമൂഹത്തിലുണ്ടായിരുന്നു. സിനിമയിലാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലേ സിനിമയിൽ എത്താൻ പറ്റുള്ളൂ. അവിടുത്തെ സ്ത്രീകൾ എടുക്കുന്ന ഏത് നിലയിലാണ് എത്തിയത് അതിൻ്റെ എല്ലാം പിന്നിൽ ഇതൊക്കെയാണ് കഥകൾ. ഇതായിരുന്നു കേരളത്തിൻ്റെ പൊതുബോധം. ഇത് മെയിൽ ഗെയ്സ്. അവിടെ നിന്ന് ഹേമ കമ്മിറ്റി ഇത്രയും വലിയൊരു വിഷയമാവാൻ കാരണം ആദ്യമായിട്ട് ആ വിഷയം ഫീമെയിൽ ഗെയ്സിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടെത്തിച്ചത് ഹേമ കമ്മിറ്റിയാണ്. ആദ്യമായിട്ട് പറയുകയാണ്, ഇത് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ പ്രശ്നമാണ്. സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ അവൾക്ക് ഡിഗ്നിറ്റിയോടുകൂടി ജോലി ചെയ്യാനുണ്ടാവേണ്ട അവസ്ഥ, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഭരണഘടനയെക്കുറിച്ചാണ്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ ആദ്യമായിട്ട് ഫീമെയിൽ ഗെയ്സിൽ തൊഴിലിടത്തിലെ പ്രശ്നത്തിനെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, ലൈംഗിക ചൂഷണത്തിനെക്കുറിച്ച്, സിനിമാ രംഗത്തെക്കുറിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഞെട്ടിയത്. അപ്പോൾ നമ്മൾക്കറിയാം ഈ വിഷയം നമ്മൾക്ക്
അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. വാട്ട് നെക്സ്റ്റ്? പണ്ട് ടെക്നോപാർക്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു സീരിയൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ISROയെ കുറിച്ചുണ്ട്. എല്ലാ സകല സ്ഥാപനങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ, അവിടെക്കുറിച്ചൊക്കെ ഒരു വലിയൊരു കഥയുണ്ട്. അവിടെയുള്ള പ്ലംബർ പറയുന്ന കഥയാണ്. അവിടുത്തെ പൈപ്പ് ബ്ലോക്കായി, ക്ലോസറ്റ് ബ്ലോക്കായി. എന്താ കാര്യം? കോണ്ടം ഫ്ലഷ് ചെയ്ത് അവിടുത്തെ ഇത് ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്കായി. ഇതായിരുന്നു തൊഴിലിന് പോകുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള ഇവിടുള്ള അപരാധ കഥകൾ. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും നേഴ്സുമാരായിട്ടും ടീച്ചർമാരായിട്ടും IT ഉദ്യോഗസ്ഥരായിട്ടും ഈ വസ്ത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിട്ടും സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുത്തത്. അതുപോലെ സ്ത്രീകളുടെ തൊഴിലിടങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന സ്ഥലത്ത് അൺഓർഗനൈസ് സെഗ്മെൻറ്റിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കാൻ പറ്റും? ആ ഒരു ചലഞ്ചിലാണ് നമ്മളിപ്പോൾ സിനിമാ മേഖലയെ വ്യത്യസ്തമായി കാണുന്നത്. പക്ഷേ ഇപ്പോൾ സംസാരിച്ചതുപോലെ ICC മോഡലുകൾ അൺഓർഗനൈസ് സെഗ്മെൻറ്റിന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. IT മേഖലയുടെ കാര്യം മാത്രം പറയാം. എൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസിൽ നിന്ന് പറയാം. ഒരു 12 വർഷം മുമ്പ് 2012 ബീന പോൾ മാമൊക്കെ അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടെക്നോപാർക്കിലെ കമ്പനികളിലെ കുറേ സ്ത്രീകളൊക്കെ കൂടെ ചേർന്ന് വിമൻ ഇൻക്ലൂസീവ് ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ചു. സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യം. സ്ത്രീകളുടെ ജെൻഡർ പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ടെക്നോളജി എൻഷുർ ചെയ്യുന്നതാണ് പ്രാഥമിക ലക്ഷ്യം. സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന ബാരിയേഴ്സ് റിമൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അജണ്ട. അപ്പോൾ സ്ത്രീകൾ IT-യിൽ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുമ്പോഴേക്കും ആ എൻട്രി ലെവലിൽ ഏതാണ്ട് ജെൻഡർ റേഷ്യോ ഹെൽത്തിയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ സൂപ്പർവൈസറി റോളിലൊക്കെ എത്തുമ്പോഴേക്കും ഈ ജെൻഡർ റേഷ്യോ അങ്ങ് ചുരുങ്ങും. ഒരു 15% സൂപ്പർവൈസേഴ്സ് മാനേജേഴ്സൊക്കെ ഉള്ളൂ സ്ത്രീകൾ. കുറച്ചുകൂടെ ഒന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ CXO CEO ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും 2%. എവിടെ പോകുന്നു ഈ സ്ത്രീകളൊക്കെ? എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ഒക്കെ കഴിഞ്ഞിട്ട് CET എന്നൊക്കെ ഇറങ്ങിയവർക്ക് എല്ലാവർക്കും നല്ലതായിട്ട് മിടുക്കുള്ളവരാണല്ലോ. എവിടെ പോകുന്നു? അവിടാണ് വർക്ക് പ്ലേസിൽ ജെൻഡർ ഇൻക്ലൂസീവ് ജെൻഡർ ഫ്രണ്ട്ലി നിയമങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നത്. അവിടാണ് ഈ പോഷ് നിയമം, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ICC, അതിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം ഒക്കെ എഫക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾ കൂടുതലായിട്ട് ജോലിക്ക് വരും. നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും അവരുടെ സുരക്ഷ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് സ്ഥാപനങ്ങളും തീരുമാനിക്കണം. അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് ഗവൺമെൻറ്റും അതിനെ മോണിറ്റർ ചെയ്യണം. എങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റഡ് ആവും. സ്ത്രീകൾക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ ജോലിക്ക് വരാൻ പറ്റും. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല, പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ റേസ് ചെയ്യാനൊരു ഫോറം ഉണ്ടാവും, അത് അഡ്രസ്സ് ചെയ്യപ്പെടും. 100% പെർഫെക്ഷനൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും 2012 തുടങ്ങിയ ജേണി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മേഖലകളെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജെൻഡർ ഇൻക്ലൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും അതിന് ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അതിന് വേറൊരു കാരണം എന്ന് പറയുന്നത് ഇതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റാണ്. ഇപ്പം ജർമ്മനിയിൽ നിന്നും UK നിന്നും US നിന്നും ഒക്കെയുള്ള കമ്പനികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ GDPR നിയമങ്ങൾ, അവരുടെ ബാക്കിയുള്ള ആൻറ്റി ഹാരസ്മെൻറ്റ് പോളിസികൾ, അതൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഈ കമ്പനികളുടെ ബാധ്യതയായി മാറുന്നുണ്ട്. അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കുറച്ചുകൂടെ സ്ത്രീ സൗഹാർദ്ദമായിട്ടുള്ള വർക്ക് കൾച്ചർ നമുക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റിയത്. അതുപോലെ ഇനി അടുത്ത ഒരു മാറ്റത്തിന് 10 വർഷമൊന്നും വേണ്ടി വരില്ല. ഒരു 2 വർഷവും 3 വർഷവും കൊണ്ട് ഒരു ജനറേഷണൽ ചേഞ്ച് തന്നെ ഈ സ്ത്രീ സൗഹാർദ്ദ മേഖലയിൽ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ എന്നും തയ്യാറാണ്. നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസസോ ടെംപ്ലേറ്റുകളോ ഒക്കെ നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. റൗണ്ട് ടേബിൾ ചർച്ചകളുണ്ടാവാം, ഒരുമിച്ച് നിൽക്കാം. ഇതൊരു മാറ്റമാണ്, വളരെ വലിയൊരു ബട്ടർഫ്ലൈ എഫക്റ്റാണ് WCC ഉണ്ടാക്കിയിരിക്കുന്നത് കേരള സമൂഹത്തിന്. കുഡോസ് ടു യു. താങ്ക് യു. ടെക്നോളജിയുടെ രംഗത്ത് IT മേഖലയിൽ
10 വർഷം കൊണ്ടുണ്ടാക്കിയ മാറ്റം, അതിനുവേണ്ടി കുറച്ച് പേര് ശ്രമിക്കുന്നത് കൊണ്ടാണ് അതുണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം അതിന് രാധികയുടെ NGOയ്ക്കും അതിൻ്റെ നമുക്ക് എന്താണ് അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു കുറച്ചും കൂടിയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവുമ്പോഴാണ് ഒരു ഫീൽഡിൽ ഇപ്പം ഞാൻ മാധ്യമരംഗത്തെക്കുറിച്ചുള്ളത് പറയും. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനുവേണ്ടി തന്നെ ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമരംഗത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും. അതിൻ്റെ റിസൾട്ടും അതെവിടെ പോയി എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് സുഗതകുമാരി ടീച്ചറായിരുന്നു അതിൻ്റെ ഹെഡ് ചെയ്തിരുന്നത്. 5 പേരോളമുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ നമ്മളെല്ലാം വിളിച്ച് എല്ലാവരും ഇതുപോലെ പോയി ചർച്ച ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പേരോടുകൂടിയും പേരില്ലാതെയും ഒക്കെ ആ കമ്മിറ്റിക്ക് മുന്നിലും പറഞ്ഞു. ആ മാധ്യമരംഗത്തെ കമ്മിറ്റി ഒരു റിപ്പോർട്ടും സമർപ്പിച്ചതായിട്ടോ അത് എന്തെങ്കിലും ഒരു പഠനം വഴി അതിനെന്തെങ്കിലും കണ്ടെത്തിയതായിട്ടോ നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ചും ഇനിയിപ്പോൾ ഇന്നലെ അതിനെക്കുറിച്ച് ജിഷ എലിസബത്ത് ഒരു ലേഖനം ട്രൂ കോപ്പി തിങ്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോരോ ഇതിലും നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്തൊക്കെ എത്താൻ പറ്റൂ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് ഇപ്പം സീമ ജെറോം കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീയാണ്. ഒരുപാട് ജെൻഡറിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു അവബോധമുണ്ട്. ആ അവബോധം എനിക്ക് തോന്നുന്നു ഈ ജനറേഷനിലുണ്ടായ കുറേ സ്ത്രീകൾക്കുണ്ടായ ആ അവബോധം പല വഴിക്ക് ഹാർഡ് വർക്ക്, ആരും എളുപ്പത്തിലൊന്നും അല്ല, പല കഠിനമായ പ്രവർത്തനങ്ങളിൽ കൂടി ഓരോരുത്തരും പതുക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ സമൂഹത്തിലാകെ വരികയാണ്. ഇപ്പം നമുക്കറിയാം ഇനി ഒരാൾ കൂടി നമ്മളോട് സംസാരിക്കാനുള്ളത് അടുത്ത തലമുറയാണ്. ആ അടുത്ത തലമുറയും നമ്മളും തമ്മിൽ എനിക്ക് തോന്നുന്നു നല്ല ദൂരമുണ്ട്. നമ്മൾ ശരിക്കും അധ്വാനിക്കുന്നു, അവരത് വളരെ ലാഘവത്തോടു കൂടി ആ കാര്യങ്ങൾ എടുക്കും. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളെ കാണുമ്പോഴും അറിയാം. അപ്പം ഇതിൻ്റെ ഇടയിലൊരു പാലമാണ് സീമയെ വിളിക്കുന്നത്. ഞാനിങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. പല സെക്ടറിലുള്ള സഹോദരിമാർ, സുഹൃത്തുക്കൾ സംസാരിച്ചു കൊണ്ടുപോയ അവരുടെ പോരാട്ടങ്ങളുടെ വഴി, അവരെങ്ങനെയാണ് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുന്നത്, അവർ ചരിത്രത്തോട് എന്ത് നീതിയാണ് പുലർത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. വിശേഷിച്ചും ബീന പോൾ മാഡം, അതുപോലെ സജിത, അവർ അനുഭവിച്ച കുറച്ച് വർഷങ്ങളിൽ അവർ അനുഭവിച്ച ആ ഒരു വലിയ സമ്മർദ്ദം, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമ്മർദ്ദം, WCCയുടെ പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള അക്കാഡമിക് മേഖലയിലുള്ള ഒരുപാട് പേര് നോക്കുന്നുണ്ട്. ഒരു 4 വർഷം മുൻപ് WCCയുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഓൺലൈൻ ജേണൽ ഞാൻ എഴുതുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലേക്ക് ഒരു വലിയ മാറ്റത്തിന് ഈ ഒരു കൂട്ടായ്മ WCCയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് സെക്ടറുകളെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ WCCയുടെ പ്രവർത്തകർ, അതായത് സിനിമയുടെ മേഖലയിലുള്ള നിരവധി പേർ അങ്ങനെ ഒരു വലിയ ചെറുത്തുനിൽപ്പിന് തുനിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു വലിയ മാറ്റം സിനിമയെ ഒരു തൊഴിലിടമായി പരിഗണിക്കാൻ കുറച്ചു പേർക്കെങ്കിലും കഴിഞ്ഞു എന്നതാണ്. ഒരു തൊഴിലിടം എന്ന രീതിയിൽ. അപ്പോൾ അതൊരു വലിയ ഇൻഡസ്ട്രി ആയിരിക്കെ, അത് എൻ്റർടൈൻമെൻറ്റിൻ്റെ, ആസ്വാദനത്തിൻ്റെ ഒരു വലിയ മണ്ഡലം ആയിരിക്കെ, അതിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന തരത്തിൽ തൊഴിലാളി എന്ന ഐഡൻറ്റിറ്റിയെ, ആ ഒരു ഐഡൻറ്റിറ്റി, തൊഴിലാളി എന്ന ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റിയൊക്കെ അവിടെ നിൽക്കെ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റിയെ അവർ ഒരു പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വലിയ ശ്രമം നടത്തുന്നതിനൊപ്പം സിനിമയിലെ അണിയറ പ്രവർത്തകരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളോ മുൻനിര അഭിനേതാക്കളോ സംവിധായകരോ ആരുമാകട്ടെ, തൊഴിലാളി എന്ന ഐഡൻറ്റിറ്റിയിലേക്ക് സ്വയം ഉയർത്തപ്പെടുക, തിരിച്ചറിയപ്പെടുക, അത് തിരിച്ചറിയാതെ നിൽക്കുന്ന സഹപ്രവർത്തകരെ ആ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു വലിയ ചരിത്രപരമായ ദൗത്യമാണ് നിങ്ങൾ ചെയ്തത്. അതിനാണ് നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എടുത്തു നോക്കിയാലും, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സാമൂഹിക പരിണാമത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും എപ്പോഴാണ്
ഏത് മേഖലയിലുള്ളവർ, ഇപ്പോൾ ജാതീയതയാണെങ്കിലും ഫ്യൂഡലിസത്തെയാണെങ്കിലും അട്ടിമറിക്കാൻ കാരണമായ ഒരു വലിയ പ്രവർത്തനം ഏറ്റവും താഴെ തട്ടിലുള്ള തൊഴിലാളികളുടെ ഐഡൻറ്റിറ്റിയെ പരിഗണിച്ചപ്പോഴാണ്. അതുപോലെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക മധ്യവർഗം എന്ന രീതിയിൽ ഒരു ക്ലാസ് രൂപപ്പെട്ടു വന്നപ്പോഴും മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ വിവിധ മേഖലകളിലെ സർവീസ് മേഖലകളിൽ പലതരത്തിലുള്ള തിരിച്ചറിവുകളുടെ മുന്നേറ്റങ്ങളുടെ ഒക്കെ സാധ്യതകൾ ഉണ്ടായതും ചരിത്രത്തെ തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും പല സർവീസ് മേഖലകളിലെ പല ഔദ്യോഗിക മേഖലകളിൽ സർവീസ് സംഘടനകൾ ഇടപെട്ടപ്പോഴാണ്. അപ്പോൾ തൊഴിലാളി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി സർവീസ് സെക്ടറുകളിലെ അവരവരുടെ സേവന മേഖലകളിലെ അവരുടെ ഐഡൻറ്റിറ്റിയെ പരിഗണിക്കുന്ന തരത്തിലുള്ള കൂട്ടായ്മകൾ, അതിനാണല്ലോ നമ്മൾ സർവീസ് സംഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ IT സെക്ടറിൽ തന്നെ മാഡം ഇപ്പം രാധിക മാം ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു കുറേ കാലം IT മേഖലയിലുള്ളവർക്ക് അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ ഒരു ചെറുത്തുനിൽപ്പ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല കുറേ കൂടി മെച്ചപ്പെട്ടതാണ് എന്ന് പൊതുവേ തോന്നിയേക്കാമെങ്കിലും ഇവിടെ രൂപപ്പെട്ടിരുന്ന ഈ പാരമ്പര്യ ബോധങ്ങളെ ഒക്കെ വളർത്തി ഈ തരത്തിലാക്കി ഈ ഒരു ലിംഗവിഭാഗത്തെ, ജനസംഖ്യയുടെ പകുതിയിൽ അധികം പല സെൻസസിൽ നിൽക്കുന്ന ഈ ഒരു ലിംഗവിഭാഗത്തെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പൊതുബോധത്തെ രൂപപ്പെടുത്തിയെടുത്തതിൽ സിനിമയ്ക്ക് ഉത്തരവാദിത്തമുണ്ടായി. സിനിമയുടെ തിരക്കഥ ഉൾപ്പെടെ സിനിമയുടെ പ്രമേയം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ സാഹിത്യത്തിൻ്റെ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുടുംബഘടനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിലും ആ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ കാണുമ്പോൾ തന്നെയും അതിനെ സ്കൂൾ വിദ്യാഭ്യാസം, കലാലയ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഈ മൂന്നായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുകൊണ്ട് എന്ന രീതിയിൽ ബീന ചേച്ചി പറയുമ്പോൾ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ മേഖലയിലെ അക്കാഡമിക് പ്രവർത്തകരെക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള ഒരിടത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതായത് സർവകലാശാലയുടെ ഇടം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം വേറൊന്നുമല്ല. ഒന്നാമത്തെ സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. സിലബസ് സർവകലാശാല അധ്യാപകർക്ക് സ്വന്തമായ പേപ്പറുകൾ ഓഫർ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തമായി നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വർക്ക്ഷോപ്സ്, സെമിനാർസ് ഇവയൊക്കെ സംഘടിപ്പിക്കാനുള്ള കുറേ കൂടി സ്വാതന്ത്ര്യം സർവകലാശാലകളിലുണ്ട് എന്ന് പറയുമ്പോഴും അത് കേരളത്തിലെ സർവകലാശാലകളിലുള്ളതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ആ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു എന്ന് പറയുന്ന അതിദയനീയമായ ഒരു പ്രശ്നം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, JNU ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയുടെ പൊതുബോധത്തെ, പല കാലത്തെ, പല ജനറേഷനുകളെ, പല തലമുറകളെ ചിന്തിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഇടത്തേക്കാണ് ഇപ്പോൾ പല തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉൾപ്പെടെയുള്ള, ഫാഷിസത്തിൻ്റേതുൾപ്പെടെയുള്ള പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് സർവകലാശാല അധ്യാപകരും ഗവേഷകരും അക്കാഡമിഷ്യൻസും വിധേയരായി വരുന്ന ഒരു സാഹചര്യം. കേരളത്തിലെ സർവകലാശാലകൾ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാൻ തന്നെയും ഒരു 10-14 വർഷം മുൻപ് തന്നെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻ്റൽ എലക്റ്റീവ് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജെൻഡർ പഠനങ്ങൾ അങ്ങനെ ഒരു പേപ്പർ ഓഫർ ചെയ്തിരുന്നു. അങ്ങനെ ഓഫർ ചെയ്തിരുന്ന പിന്നീട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അങ്ങനെ പിന്നീട് വളരെ വൈകിയാണെങ്കിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ടായിട്ടുണ്ട്. ലോയിലുണ്ട്, പൊളിറ്റിക്കൽ സയൻസിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ടീച്ചേഴ്സ് അങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ 2014 ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ, ഒരു ജെൻഡറിനെ സംബന്ധിച്ച് ഒരു സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ, എൻ്റെ നാഷണൽ സെമിനാർ ഇനാഗ്രേറ്റ് ചെയ്തത് ട്രാൻസ്ജെൻഡേഴ്സ് ഇനിഷ്യേറ്റീവ്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായ പി സുധയായിരുന്നു അന്ന് 2014. അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അക്കാഡമികമായി ചർച്ച ചെയ്ത ആ വേദികളിൽ പോലും ഇതെന്തോ അരുതായികയെ ചർച്ച ചെയ്യുന്നു എന്ന രീതിയിൽ സർവകലാശാലയിലെ ചില മനുഷ്യരെങ്കിലും അങ്ങനെ ആ തരത്തിൽ സംസാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തുകൊണ്ടും ഒരുപക്ഷെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, അധ്യാപകരെക്കാൾ വളരെ പുരോഗമനപരമായി ഗവേഷകരും
പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസുമാണ് സർവകലാശാലകളിൽ പലപ്പോഴും ഈ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രലായ ജെൻഡർ ഇക്വാലിറ്റിയുടേതായ നിരവധി വ്യവഹാരങ്ങൾ യുവാക്കൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പല കോളേജുകളിലും സംഭവിക്കുന്ന ഒരു പ്രശ്നം, കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ, വ്യവഹാരങ്ങളെ പഴയ പാരമ്പര്യ ബോധങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും സിനിമകളിലും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പൊതുബോധത്തിലുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് വ്യവഹാരങ്ങൾ കൊണ്ട്, വളരെ നെഗറ്റീവായ മോശപ്പെട്ട പരാമർശങ്ങൾ കൊണ്ട് യൂത്തിൻ്റെ ഈ പുതിയ സഞ്ചാരത്തെ വിമർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. യൂത്തിൻ്റെ ഈ ഒരു കൂട്ടായ്മയെ മോശപ്പെട്ട ഭാഷയിൽ, ഇപ്പോൾ ഈ WCCയെ സംബന്ധിക്കുന്നത് ഇപ്പം സജിതയും മീന മാമൊക്കെ പറഞ്ഞ ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ വേദനയോടെ കണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിനെ തുടർന്ന് ആ കമ്മിറ്റിയുടെ മുന്നിൽ തന്നെ പലരും തുറന്നു പറഞ്ഞ ചില പ്രശ്നങ്ങൾ ശരിയായ രീതിയിലല്ല, പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് കിട്ടുമ്പോഴേക്കും അത് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ സ്ട്രീം മീഡിയയിലെയും അതുപോലെ പലതരത്തിലുള്ള ഓൺലൈൻ മീഡിയയിലെയും പല സോഷ്യൽ മീഡിയയിലെയും പലരും ഈ വിക്ടിം എന്ന തരത്തിലല്ല, വിക്ടിം എന്നുള്ള വാക്കല്ല, അത് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച, അതായത് ഇത്തരത്തിലുള്ള ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് പോലും നേരിട്ട ആ വ്യക്തികളെ, ആ സ്ത്രീകളെ പലതരത്തിൽ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, അവരുടെ അതായത് പാരമ്പര്യ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് സദാചാരം, ധാർമ്മികത എന്നൊക്കെ പറയുന്ന പഴയ ചില, അതായത് ഭരണഘടനയ്ക്ക് നിരക്കാത്ത, ഇവിടുത്തെ മനുഷ്യ അവകാശങ്ങൾക്ക് നിരക്കാത്ത, സ്ത്രീ സുരക്ഷാ നിയമങ്ങൾക്ക്, സ്ത്രീ അവകാശ നിയമങ്ങൾക്ക് നിരക്കാത്ത ഏതോ നൂറ്റാണ്ടിലെ ഏതോ യുഗത്തിലെ പാരമ്പര്യ മൂല്യ ബോധങ്ങളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും വീണ്ടും വീണ്ടും പലതരത്തിൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള വീഡിയോയും നറേഷനും ട്രോളുകളും ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ അടിയിൽ കുറേ പേരുടെ കമൻറ്റ് വരുന്നു. ഈ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ ക്യൂരിയസ് ആയിട്ട് ചില കമൻറ്റ്സ് കാണുമ്പം ഈ ആളുടെ ഐഡൻറ്റിറ്റി അറിയാൻ വേണ്ടി ആ ആളിനെ വെറുതെ സെർച്ച് ചെയ്യും. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും, പുരുഷനായിരിക്കും, സ്ത്രീ ആയിരിക്കും, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയിൽ, നല്ല സെക്ടറിലൊക്കെ ഇരിക്കുന്ന, ചിലപ്പോൾ ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള ആൾക്കാരാണ് ഇത്ര വൃത്തികെട്ട ഭാഷയിൽ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പോവും. ചിലരുടെയൊക്കെ പേരുകൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ചില ആൾക്കാർ, ഈ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? പക്ഷേ ഒരു കാര്യം പറയാം, നമ്മുടെ ക്യാമ്പസുകളിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ അവരാരും ഈ ഭാഷ ഉപയോഗിക്കില്ല. ചില സർവീസ് സെക്ടറുകളിൽ ജെൻഡർ അവയർനെസ് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ, സെക്ടർ പറയുന്നില്ല, ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ചില ആണും പെണ്ണും ഇരിക്കുന്ന ഗ്രൂപ്പിൽ നിന്ന് പുരുഷന്മാരായ ചിലർ ഈ പ്രസൻറ്റേഷന് ശേഷം ചില ചർച്ചയ്ക്കിടയിൽ മാഡം അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ എറിഞ്ഞതാണ്. സാർ ഇപ്പോൾ ഈ പറയുന്ന ഈ ചോദിച്ച ഈ ഒരു അബദ്ധജടിലമായ ചോദ്യം ഉണ്ടല്ലോ, സാറിന് മകനുണ്ടെങ്കിൽ മകൻ്റെ കേൾക്കെ പറയരുത് കേട്ടോ. വെറുതെ പറഞ്ഞ ശരിയാ, മോൻ അതൊന്നും സമ്മതിക്കാറില്ല, പെട്ടെന്ന് പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ യൂത്ത് മാറുന്നുണ്ട്. യൂത്തിനൊപ്പം മാറ്റത്തിന് ഈ പാരമ്പര്യ ബോധത്തിൻ്റെ വക്താക്കൾക്ക് മാറാൻ കഴിയുന്നില്ല. ഇനി എനിക്ക് നിങ്ങളോട് WCCയുടെ പ്രവർത്തകരോട് വേറൊരു റിക്വസ്റ്റ്, ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഈ സർവേ ചെയ്യുന്ന ആ സുഹൃത്തുക്കൾക്ക് നല്ല കൗൺസിലിംഗ് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. ഞാനതിൻ്റെ വേറൊരു സർവകലാശാലകളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ വേറൊരു പ്രശ്നം ഞാൻ പറയാം. സർവകലാശാലകളിൽ ആൺകുട്ടികളിൽ നിന്നുള്ളതിനേക്കാൾ, എൻ്റെ ക്യാമ്പസിനെയാണ് ഞാൻ പറയുന്നതെന്നൊന്നും കരുതരുത്, പൊതുവെ നമ്മൾ പലയിടങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിലും കേൾക്കുന്നൊരു വാർത്തകൾ, റിസർച്ച് ഗൈഡ്സ് പെൺകുട്ടികളെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു, അവരെ പലതരത്തിൽ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണി കൊണ്ടോ ഒക്കെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങളും വാർത്തകളൊക്കെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഇത്രയും മിടുക്കരായ പെൺകുട്ടികൾ പോലും കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ തയ്യാറാവാറില്ല. കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ കുട്ടികളെ ഭയപ്പെടുത്തുന്നത് ചിലപ്പോൾ കുടുംബാംഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇവർക്ക് ഈ സമ്മർദ്ദം ഉണ്ടാക്കി കൊടുത്ത അധ്യാപകനോ അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോ ആയിരിക്കാം. പലപ്പോഴും സർവകലാശാലകളിലൊക്കെ മറ്റ് സെക്ടറുകളിലുള്ളതിനേക്കാളും കോളേജുകളിലൊക്കെ ICC നിർബന്ധമാണ്. ICC ഉണ്ട്. ICC ഉണ്ടായിരിക്കെ പല ഇടങ്ങളിലെയും പല സെക്ടറുകളിലെയും ICC മെമ്പേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ICCയുടെ റിപ്പോർട്ടിൽ
ഈ കുറ്റക്കാരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി അയാൾ കുറ്റം ചെയ്തു എന്ന രീതിയിൽ തെളിയിക്കുമ്പോൾ പോലും നടപടികൾ എടുക്കാതെ പോകുന്ന പല സെക്ടറുകളും ഉണ്ടാകുന്നുണ്ട്. ICC റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ സിനിമയിൽ നമ്മൾ കണ്ടത് ഇത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല, പല സെക്ടറുകളിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് അവർക്ക് നിയമ അവബോധമില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. മനുഷ്യാവകാശ നിയമങ്ങൾ, സ്ത്രീ അനുകൂല നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ ഇവയൊക്കെ ശക്തമായിരിക്കുന്ന ഇടങ്ങളിൽ പോലും ഈ നിയമബോധം ഇല്ലാതിരിക്കുക എന്ന ഒരു പ്രശ്നം പലയിടത്തും ഉണ്ടാകുന്നു. രണ്ടാമത്തേത് ഭയം. ഈ ഭയത്തെയാണ് മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഭയം ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ നിയമം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കൗൺസിലിംഗ് എന്ന് പറയുന്നതും ഈ നിയമ അവബോധവും ഇത് രണ്ടും കുറേ കൂടി എല്ലാ സെക്ടറിലും ഒന്ന് ശക്തമാകേണ്ടതുണ്ട്. നന്ദി, പിൻവാങ്ങുന്നു. ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് മിനി സുകുമാറാണ്. പ്ലാനിംഗ് ബോർഡ് അംഗമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മളിപ്പോൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്കുള്ള മാറ്റമാണ്. അപ്പം നമ്മളോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ കഴിയുന്നത് മിനിയാണ്. മിനിക്കാണോ അധികാരമുണ്ട്, അധികാരമില്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ് മിനി, നമ്മളോട് സംസാരിക്കും. ഇവിടെ ഞാൻ വരുമ്പോൾ സീമയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സീമ WCCക്ക് ഇതുപോലൊരു അവകാശബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചതിനുള്ള അവരുടെ ധൈര്യത്തെക്കുറിച്ച്, അവരുടെ ഒരു കേരള സമൂഹത്തിലുള്ള WCCയുടെ ആ ഒരു റോളിനെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ പറഞ്ഞു. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്ന ഒരു കഥകളാണ് സിനിമാ മേഖലയിലും അല്ലെങ്കിൽ മൊത്തത്തിൽ കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾ പല രീതിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങളുടെയും ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതിൻ്റെയും കൂലി നിഷേധിക്കുന്നതിൻ്റെയും ജോലിസ്ഥലത്ത് ആവശ്യമായ സൗകര്യങ്ങളില്ലാത്തതിൻ്റെയും ഒക്കെ കഥകൾ. അപ്പോൾ കുറേ കൂടി പുറകോട്ട് പോയി ഞാൻ ആലോചിക്കുകയായിരുന്നു. സജിതയ്ക്കും പറയാനുണ്ടാവും. 1992 കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ നാടക ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരുപാട് നാടക നടികളെ കണ്ടിരുന്നു. അതിനുശേഷം സജിത വളരെ വിപുലമായൊരു പ്രോജക്റ്റ് അതിൻ്റെ ഭാഗമായി നിരവധി നാടക നടികളെ നേരിൽ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കാലത്ത് അവരിൽ പലരും നാടകത്തിലൂടെ വന്ന്, ചിലരൊക്കെ നൃത്തത്തിലൂടെയൊക്കെ വന്നിട്ടും പ്രധാനമായും നാടകത്തിലൂടെ വന്ന്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സിനിമകളിൽ അഭിനയിച്ച് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അന്ന് അവരൊക്കെ തന്നെയും പറഞ്ഞിരുന്ന ഒരു അരക്ഷിതാവസ്ഥയുടെ, അത് ഒരു തൊഴിലിൻ്റെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചാണ് അന്നും പലരും പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു കാലത്ത് നമ്മൾ കണ്ടതിൽ ഭൂരിപക്ഷം പേരും ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയൊക്കെ ഭാഗമായി ഒരു നാടക പ്രവർത്തനം തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായി നടികളായി തുടരുകയും ഈ പ്രൊഫഷണൽ നാടകങ്ങളുടെയൊക്കെ ഭാഗമാവുകയും ഒരിക്കലും തൊഴിൽ സ്ഥിരതയില്ലാതെ ജീവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ലൊരു സ്ഥലമായിട്ട്, അതായത് സാമ്പത്തികമായും മറ്റു രീതിയിലും ഒക്കെ തന്നെ നല്ലൊരു സ്ഥലമായി അവരിൽ പലരും സിനിമയെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും തന്നെ സിനിമയിൽ ഒരു 1, 2, 3 സിനിമകൾക്കപ്പുറം ഒന്നും നിൽക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാലത്താണ് എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യമായി നടികളെല്ലാവരും ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലും സമൂഹം മൊത്തത്തിൽ നടികളെ ഈ രീതിയിൽ കാണുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടെന്നുള്ള വളരെ കാര്യമായി നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നു. ശരീരം ഒരു മാധ്യമമായി ഉപയോഗിക്കുകയും ശരീരത്തെ മറ്റുള്ളവരുടെ മുന്നിലേക്ക്, ശരീരം എന്ന മീഡിയത്തിലൂടെ കലാപ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റേതായ ഒരു വലിയ റിസ്ക്, ശരീരം തന്നെ ഒരു തൊഴിലുപകരണമായി മാറുകയോ അല്ലെങ്കിൽ സ്വന്തം മീഡിയമായി മാറുകയോ ആവിഷ്കാരത്തിൻ്റെ മീഡിയമായി മാറുകയും അതിനെ ഉപാധിയാക്കിക്കൊണ്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരികയും സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഗേഴ്സുകൾക്കും എല്ലാ തരത്തിലുള്ള നോട്ടങ്ങൾക്കും ഒരു കാരണമായി തീരുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തൊഴിൽ മേഖല. അത് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ഒരു മേഖലയിലെല്ലാം നാടകം, സിനിമ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു മൂലധനം വളരെയധികം ആവശ്യമുള്ളതും അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ കച്ചവട ബന്ധങ്ങൾ നിലനിൽക്കുന്നതുമായൊരു മേഖലയാണ്. അവിടെ വളരെ ടീമായി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സംഘമായി നിൽക്കുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും കേരളത്തിലെ
മലയാള സിനിമയുടെ തുടക്കം മുതൽ ഇന്ന് വരെ നമ്മൾ നോക്കിയാൽ വിവിധ തരത്തിലുള്ള ഈ ക്യാപിറ്റലിൻ്റെ മൂലധനത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് നമുക്കറിയാം. ആ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ സ്വഭാവങ്ങളും, മാർക്കറ്റ് നിർണ്ണയിക്കുന്ന എല്ലാവിധ സ്വഭാവങ്ങളും എല്ലാ കാലത്തും അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും കർക്കശവും വളരെയധികം ശക്തവുമായിട്ടുള്ള നിയന്ത്രണ അധികാരങ്ങൾ ആണധികാര വ്യവസ്ഥയുടെ എല്ലാ സ്വഭാവത്തോടെയും നിലനിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് WCC വളരെ ധൈര്യപൂർവ്വം വന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതൊട്ടും എളുപ്പമായൊരു കാര്യമല്ല. ഞാനിപ്പോൾ ബേൻസിയോട് ചോദിക്കുകയായിരുന്നു, ഇതിൻ്റെ ഭാഗമായി WCCയുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തന്നെ ഏകദേശ കാലത്ത് WCC നടത്തിയ മറ്റൊരു പഠനമുണ്ട്. കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്കിടയിൽ നടത്തിയ ഒരു പഠനം. അത് അവരുടെ തൊഴിലവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു പ്രധാനമായിട്ടും. അതിൽ നടികളുണ്ട്, എഴുത്തുകാരുണ്ട്, പാട്ട് എഴുതുന്നവരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, മറ്റ് ഡാൻസേഴ്സുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരു വലിയ വിഭാഗവുമായി നടത്തിയ ഏകദേശം ഒരു വർഷക്കാലം എടുത്തൊരു പഠനമുണ്ട്. അക്കാലത്താണ് ഈ സിനിമയുടെ മേഖലയെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ അറിയാൻ എനിക്കൊരു ആ പഠന സംഘത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴൊക്കെ നമുക്ക് മുന്നിലുള്ള ഒരു വലിയ സംഗതി, WCC ചെയ്ത ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ തൊഴിൽ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ ഒരു തൊഴിലാളി എന്ന നിലയിൽ അവരുടെ തൊഴിലിൽ കൂടെയുള്ള അവരുടെ ആവിഷ്കാരം എന്ന് പറയുന്ന ആ ഒരു കലാമൂല്യത്തിനും അതോടൊപ്പം തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള വേതനം, മറ്റു കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ വിശദമായി തന്നെ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അതിലൊരു ഭാഗം ഈ IC കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതും ഒക്കെയാണ്. തൊഴിൽ സമയം, കോൺട്രാക്റ്റുകൾ, ഇങ്ങനെയുള്ള പലതും വളരെ പല രീതിയിൽ പല തട്ടിലുള്ള ചൂഷണങ്ങൾ നിലനിൽക്കുന്ന ഒരു വലിയ മേഖലയാണ് ഈ സിനിമ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ആ ഒരു ഇൻറ്ററാക്ഷൻസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മുടെ മുന്നിലുള്ള വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോഴും നമുക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു IC ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ സിനിമാ മേഖലയിൽ അത് എത്രയോ പ്രയാസകരമാണ്. കാരണം എവിടെ തുടങ്ങുന്നു, ഒരു സിനിമയുടെ പ്രവർത്തനം എവിടെ നിന്ന് ആരംഭിക്കുന്നു, ഏതെല്ലാം ലൊക്കേഷൻസിൽ അത് നടക്കുന്നു, ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് സിനിമയുടെ ഭാഗമായി ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. ഒരാളുടെ ഒരു കഥ എഴുതുന്ന സമയം മുതൽ, അല്ലെങ്കിൽ ഓഡിഷൻ തുടങ്ങുമ്പോൾ മാത്രമാണോ, അതിന് മുന്നിലുള്ള സംഗതികൾ എന്താണ്, ഈ പ്രീ പ്രൊഡക്ഷൻ്റെയും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെയും ഒക്കെ ഏതെല്ലാം മേഖലകളിൽ ഈ ICക്ക് എവിടം വരെയൊക്കെ എത്താൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൈറ്റ്സിൽ വളരെ ഫ്ലൂയിഡായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തൊഴിൽ മേഖല. അതിൻ്റെ എല്ലാ അതിരുകളും അങ്ങനെ വളരെ ഫ്ലൂയിഡാണ്, വളരെ ബ്ലേഡാണ് അതിൻ്റെ അതിരുകൾ. അതുപോലെ തന്നെ വളരെ കുഴഞ്ഞു മറിഞ്ഞ തരത്തിലുള്ള ബന്ധങ്ങളാണ്. അതിനകത്ത് വളരെ വൈകാരികമായി പ്രവർത്തിക്കുന്ന മനുഷ്യരാണ്. അതാണ് മറ്റൊരു സംഗതി. വളരെ വൈകാരികമായ രീതിയിൽ തന്നെ അന്യോന്യം ഇടപെടുകയും വൈകാരികമായി തന്നെ ആവിഷ്കാരം നടത്തേണ്ടുന്നതുമായ മേഖലയാണ്. ഒരു കല എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള തീവ്രമായ സംഗതികളും അവിടെ നിലനിൽക്കുന്നുണ്ട്. കലയും അതിനോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റു പല മാനവിക മൂല്യങ്ങളും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ചൂഷണവും ഇത്രയും ക്രൂരമായ രീതിയിലുള്ള കടന്നുകയറ്റങ്ങളും തൊഴിൽ നിഷേധങ്ങളും അവകാശ നിഷേധങ്ങളും അവിടെ നിലനിൽക്കുന്നു. അപ്പം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയെയാണ് WCC ഈ ഒരു പ്രവർത്തനത്തിലൂടെ അഡ്രസ്സ് ചെയ്തത്. കേരളത്തിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത, ആ സമയത്തും നമ്മൾ ആലോചിച്ചൊരു കാര്യമാണ്, അത് മറ്റു പലപ്പോഴും എന്ന പോലെ കേരളത്തിൽ നമ്മളുടെ തൊഴിലാളി വർഗ പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ട് വളരെയധികം കാലങ്ങളായി. നമ്മളെല്ലാവരും വളരെ അവകാശബോധമുള്ള മനുഷ്യരാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ ഈ അടുത്ത കാലം വരെ കേരളത്തിൽ തൊഴിൽപരമായ സംഘടനാ രൂപങ്ങൾ വന്നിട്ടില്ലാത്ത പല മേഖലകളുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നിയമങ്ങൾക്കും അവർക്കുള്ള ചൂഷണത്തിനെതിരായ നടപടികൾ ഉണ്ടായി വരാത്ത മേഖലകളുണ്ട്. ഇതിലൊക്കെ തന്നെ സ്ത്രീകളുടെ ഒരു വലിയ ആധിക്യമുണ്ട്. അങ്ങനെയുള്ള പല മേഖലയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അസംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയാൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ളതുപോലെ ശക്തമായ പലപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ പലപ്പോഴും അവിടെ യൂണിയനുകൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലേ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് യൂണിയനുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതുപോലെ ഉള്ള പല മേഖലകളും മനഃപൂർവ്വമോ അല്ലാതെയോ എന്ന് പറയുന്ന പോലെ വിട്ടുകളഞ്ഞ ഒരുപാട് മേഖലകളുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമയുടെ അവസ്ഥ. അതിലേക്ക് ഒരു വലിയ ചുവടുവയ്പ്
നടത്തി എന്നുള്ളതാണ് WCCയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ ഒരു ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറുന്ന കേരളവുമാണ്. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നതിനേക്കാൾ WCCയുടെ ഒരു തുടക്കം മുതൽ ഉള്ള കാലത്തെ മാറുന്ന കേരളവും എന്ന് പറയണമെന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് കാലമായി നടന്ന പല തരത്തിലുള്ള സ്ത്രീകളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു തുടർച്ചയായിട്ടാണ് WCCയെ നമ്മൾ കാണുന്നത്. അത് ഒരു വർഷങ്ങളായി നടന്ന ഒരു 1980കളുടെ പകുതിയൊക്കെ മുതൽ തന്നെ വളരെ ശക്തമായി കേരള സമൂഹത്തിൽ പല രീതിയിൽ ഇടപെട്ട് വന്നിട്ടുള്ള സ്ത്രീകളുടെ ഒരു പോരാട്ടങ്ങളുടെയൊക്കെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് WCCക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത പലരും WCCയുടെ ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ മറ്റ് പലയിടങ്ങളിലും ഉണ്ടായ ഗ്രൂപ്പുകളേക്കാൾ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ തന്നെ WCCക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ആ പ്രവർത്തനങ്ങളെ ആ കാലം മുതൽ തന്നെ ഇത് തുറന്ന ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനും, അത് തൊഴിൽ ചൂഷണത്തെക്കുറിച്ചായാലും ശാരീരികമായ ആക്രമണങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിലും ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിലും ഈ കൺസെൻറ്റ് പോലെയുള്ള ഇന്നും കേരള സമൂഹത്തിലെ 98% മനസ്സിലാവാത്ത വിഷയത്തെക്കുറിച്ച് പറയാനാണെങ്കിലും ഒക്കെ തന്നെയും WCC ഒരു കാരണമായി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സീമ പറഞ്ഞതുപോലെ ക്യാമ്പസുകളിലൊക്കെ വളരെ കാര്യമായി എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു ഗ്രൂപ്പും ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു WCCയുടെ. പലപ്പോഴും കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് WCCന്ന് ആരെയെങ്കിലും കിട്ടുമോ സംസാരിക്കാൻ എന്നാണ്. കാരണം അവർക്കൊരു പ്രതീക്ഷയാണ്, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ പല തലത്തിലുള്ള ചർച്ചകൾക്കും മൊത്തത്തിലൊരു ഒരു 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 കുലുക്കം ഉണ്ടാക്കാനും ഒരു ചലനം ഉണ്ടാക്കാനുമൊക്കെ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പല പുതിയ ഇനിഷ്യേറ്റീവുകൾക്കും ഈ ഒരു ചർച്ചകൾ കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ 5-8 വർഷത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കുറേയധികം പുതിയ പ്രോഗ്രാമുകൾ ഗവൺമെൻറ്റൊക്കെ കൊണ്ടുവരാനൊക്കെ കാരണമായതും ഈ ചർച്ചകൾ തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സ്ത്രീകളായിട്ടുള്ള സിനിമാ സംവിധായകർക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയുണ്ട്. 1 കോടി രൂപ വീതം സിനിമ നിർമ്മിക്കാനായി കൊടുക്കുന്ന പദ്ധതി. ഇന്ത്യയിൽ വേറെ ഒരിടത്തും അങ്ങനെ ഒരു പദ്ധതിയില്ല, കേരളത്തിൽ മാത്രമാണുള്ളത്. ഇത്തരം പദ്ധതികൾ ഉണ്ടായി വരണമൊക്കെ ഒരിക്കലും അതൊരു അന്തരീക്ഷത്തിൽ നിന്നുണ്ടായി വന്നതല്ല. കാരണം കേരളം ഉണ്ടായിട്ട് ഇത്ര വർഷമായി, കേരളത്തിൽ സിനിമ ഉണ്ടായിട്ട് ഇത്ര വർഷമായി, പല രീതിയിൽ സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടു തുടങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാനും ഇത് കാരണമായിട്ടുണ്ട്. അടുത്ത തലമുറയിലെ ഗംഗ VR ആണുള്ളത്. കാര്യവട്ടത്ത് MA സോഷ്യോളജിയിൽ പ്രവർത്തിക്കാൻ നമ്മളെല്ലാം പറഞ്ഞതിൻ്റെ ശരിക്കും അവർക്കെന്ത് പറയാനുണ്ടെന്നുള്ളതാണ് നമുക്ക് ശരിക്കും കേൾക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം ശരിയായ ഗുണഭോക്താക്കളും അവരാണ്. പക്ഷേ നമ്മളുടെ മുന്നേ നമ്മുടെ വീടുകളിലെ പെൺകുട്ടികളെ തന്നെ നമുക്കറിയാം, നമ്മളെ പഠിപ്പിക്കുന്നത് സത്യത്തെ അവരാണ്. എന്താണ് പുരോഗമനമെന്ന് നമ്മൾ പറഞ്ഞ് വായിച്ച് ഒരുപാട് വർഷങ്ങളായി പ്രസംഗിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നവരാണ്. ഗംഗയുടെ വാക്കുകൾ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഇത്തരത്തിലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തവർക്കും എന്നെ ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നവർക്കും എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും പോകാൻ തിടുക്കമാണെന്നും അറിയാം. എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. എനിക്ക് സീമ മാം പറഞ്ഞു നിർത്തിയൊരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങാനുള്ളത്. ഞാൻ പഠിക്കുന്നത് PG സോഷ്യോളജിയാണ്. കേരള സർവകലാശാലയിലാണ് പഠിക്കുന്നത്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ജെൻഡർ സ്റ്റഡീസിലാണ്. എൻ്റെ ഗൈഡ് വിമൻ സ്റ്റഡീസിൻ്റെ ചെയറാണ്. അപ്പോൾ നമുക്ക് PG അവസാനിക്കുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ഉണ്ട്. നമ്മൾ PG ഡെസർട്ടേഷൻ എന്ന് വിളിക്കും, മാമിന് അറിയായിരിക്കും. PG ഡെസർട്ടേഷന് ഞങ്ങളിരുന്ന് ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ജെൻഡർ പഠിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുവാണ് നമുക്ക് ഏത് പഠിക്കാം, ഏത് മേഖല പഠിക്കാം. അപ്പോൾ ജെൻഡർ തന്നെ പഠിക്കണം, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഇതങ്ങ് പഠിച്ചു തീർക്കണമെന്നുള്ള ആൾക്കാർ പൊതുവെ എടുക്കുന്നത് IT സെക്ടറാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ പിന്നെ പറയാം. ഞങ്ങളോട് ഗൈഡ് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, ഫിലിം സെക്ടർ നിങ്ങൾ അധികം എടുക്കണ്ട എന്നാണ് ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളത്. സ്റ്റെം കോഴ്സസിലുള്ള സ്റ്റെം മേഖലയിലുള്ള ഏതും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സെക്സ് വർക്കേഴ്സിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എടുക്കും. പക്ഷേ ഫിലിം മേഖലയിൽ കേരള സർവകലാശാലയിൽ നിന്ന് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി, ഒത്തിരി കാലങ്ങളായി നല്ലൊരു ഗവേഷണവും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ള ഗവേഷണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള ഗവേഷണങ്ങൾ എന്ന് പറയുന്നത്
മലയാള സിനിമാ മേഖലയിൽ സിനിമകളെ പറ്റിയിട്ടുള്ള, സിനിമകളിലെ സ്ത്രീകളുടെ സാന്നിധ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതുണ്ട്. പക്ഷെ ഞങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത് ജനറലി നിങ്ങൾ ഫിലിം ഫീൽഡ് അത്ര ഫോക്കസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡേറ്റ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഡേറ്റ കിട്ടുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഡേറ്റ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ജനറലി സൈലൻസ്ഡ് ആയി ഇരിക്കുന്നൊരു മേഖല എന്നാണ് പൊതുവെ സിനിമാ മേഖലയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിലേക ഒരു വ്യത്യാസം എന്ന് പറയുന്നത് WCCയെ പറ്റി നമുക്ക് കിട്ടുന്ന അറിവുകൾ തന്നെയാണ്. അവിടെ IT സെക്ടറിൻ്റെ കാര്യം എടുത്തു പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ്. ഡേറ്റ തരാൻ ആൾക്കാർ ഒരുപാട് വില്ലിംഗ് ആണ്. നമുക്കവിടെ കയറി ചെന്ന് ഡേറ്റ എടുക്കാൻ ഒരു അവന്യൂ ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷേ ഫിലിം മേഖല, എൻ്റർടൈൻമെൻറ്റ് മേഖല പൊതുവേ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു ഡേറ്റ കിട്ടാനുള്ളൊരു ദൗർലഭ്യം നമ്മൾ പൊതുവേ നേരിടാറുണ്ട്. അപ്പോൾ ജെൻഡറിനെ പറ്റി പഠിക്കുന്നവർക്ക് പോലും വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായിരുന്നു ഏറെക്കാലമായി WCC എന്ന് പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ +2 പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചതൊരു ഗേൾസ് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് ടീച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേര് ഫെമിനിസ്റ്റുകളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു 120ഓളം കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഞങ്ങളൊരു 10-12 പേര് കൈവക്കി, ബാക്കി ആരും കൈവക്കിയില്ല. അതിൻ്റെ കാരണം എനിക്കിന്നും അറിയില്ല. 120 പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ഗേൾസ് സ്കൂളിൽ 12ഓളം കുട്ടികളാണ് കൈവക്കിയത്. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ കണ്ടിട്ടുള്ള ഫെമിനിസ്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന ഫെമിനിസ്റ്റുകൾ ആരാണ്? ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയി പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ, സജിത മഠത്തിൽ, അങ്ങനെ ഞങ്ങളിരുന്ന് പറയുകയാണ്. ടീച്ചറിന് ഭയങ്കര സന്തോഷമായിരുന്നു. WCCയുടെ ഒരു അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതാണെന്നുള്ളതാണ്. ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകളാണ്. സെക്ഷുവാലിറ്റി, സെക്സ്, ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊന്നും സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ പറയേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ള മലയാളിയുടെ ഒരു പൊതു അവബോധമില്ലായ്മയെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കാൻ സഹായിച്ചിട്ടുള്ളത് WCCയും ഈ പറയുന്ന സോക്കോൾഡ് പെണ്ണുങ്ങളും തന്നെയാണെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറഞ്ഞു വെക്കാനുള്ള കാര്യം. അത് WCC ഇവിടെ ആരും അത് പറഞ്ഞു കേട്ടില്ല, പക്ഷേ അതൊരു അൺഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഫെമിനിസം എന്ന് പറയുന്ന, ഒരുപാട് ഈ സിനിമാ മേഖലയും സിനിമയിൽ അഭിനയിക്കുന്നവരും ഇവരെ പോലെയുള്ളവരുടെ അഭിമുഖങ്ങളും ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് ഫെമിനിസം എന്നത് അത്ര മോശം കോൺസെപ്റ്റ് ഒന്നും അല്ലെന്നും ഫെമിനിസം എന്താണെന്നും ആദ്യമായി മനസ്സിലാക്കാൻ WCCയും ഇവർ നൽകിയ ഒരുപാട് അഭിമുഖങ്ങളും കാരണമായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ JC ഡാനിയലിനെ കുറിച്ച് പറയാറുണ്ട്. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള പല പ്രഗത്ഭരായ ഡയറക്ടേഴ്സിനെയും പറ്റി പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും PK റോസിയുടെ പേര് പറയാതെ, PK റോസിയുടെ പേരിനെ സ്പർശിക്കാതെ പറഞ്ഞു പോകുന്ന മലയാള സിനിമാ ചരിത്രം തന്നെ എത്രത്തോളം അതിപ്പോഴും മെയിൽ സെൻറ്റേർഡ് ആണ്, അല്ലെങ്കിൽ അതിപ്പോഴും എത്രത്തോളം ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ പൊളിറ്റിക്കലായ വശം എന്താണ്, ഇതിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള വശം എന്താണ്, ഇതിൻ്റെ ലീഗാലിറ്റി, എല്ലാത്തിനെ പറ്റി ഇവിടെ പറഞ്ഞിരുന്നു. അതിലെനിക്ക് ഏറ്റവും ടച്ചിങ് ആയി തോന്നിയൊരു കാര്യം, സജിത മാം ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഓരോ ദിവസവും ഞങ്ങൾക്കൊരു ചലഞ്ചാണ് എന്നുള്ള കാര്യം. ഞങ്ങൾ ജെൻഡറിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന, ജെൻഡറാണ് നമ്മൾ പഠിക്കുന്ന വിഷയമെന്ന് പറയുമ്പോൾ ജനറലി സംസാരിക്കുന്ന ആൾക്കാർക്ക് 2 എക്സ്പ്രഷൻസ് ആണ് വരുന്നത്. ജെൻഡറിൽ നിങ്ങൾ എന്തുവാ പഠിക്കുന്നത്, ജെൻഡറിൽ ഇത്രയ്ക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ. അത് ഒന്നാമത്തെ എക്സ്പ്രഷൻ, കൗതുകമാണെന്നൊക്കെ നമുക്ക് അതിനെടുക്കാം. 2 അവജ്ഞയാണ്. ജെൻഡറിൽ എന്തോ എത്ര പഠിക്കാനിരിക്കുന്നത്, അങ്ങനെ ഒരു കാര്യം. അതായത് ഈ സെക്സ് എന്താണ്, സെക്ഷുവാലിറ്റി എന്താണ്, ജെൻഡർ ഇഷ്യൂസ് എന്താണെന്ന് അറിയാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ, അല്ലെങ്കിൽ അതൊന്നും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന് കരുതുന്ന ഒരു വലിയൊരു സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഇത്രയധികം അബ്യൂസുകൾ നേരിടുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെയാണ്, നിങ്ങൾ കാണുന്ന ഈ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു സർഫസിന് അകത്ത് പെരിഫറലി അല്ലാതെ ഇത്രയും പ്രശ്നങ്ങൾ ഇൻഡെപ്ത് ഉണ്ടെന്ന് വളരെ തൻ്റെ ഇടത്തോടു കൂടി വിളിച്ചു പറയാൻ അവർ കാണിക്കുന്ന ഒരു ആർജവം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിൽക്കുന്ന, അതുപോലെ സംസാരിക്കാൻ സാധിക്കാത്ത, വോയിസ്ലെസ് ആയി പോകുന്ന ഒരുപാട് സ്ത്രീകൾക്കുള്ള വലിയൊരു ഹോപ്പാണ് അവിടെ തരുന്നത്. അരുന്ധതി റോയുടെ ഒരു കോട്ട് ഞാൻ ഇടയ്ക്ക് എവിടെയോ വായിച്ചൊരു കാര്യമാണ്, വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു വിഭാഗം എവിടെയും ഇല്ല. ഐദർ അവർ ഡെലിബറേറ്റ്ലി സൈലൻസ്ഡ് ആവുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ കേൾക്കാൻ താല്പര്യം കാണിക്കാറില്ല. ദേ ആർ ഐദർ ഡെലിബറേറ്റ്ലി സൈലൻസ്ഡ്, അല്ലെങ്കിൽ ദേ ആർ പ്രിഫറബിളി അൺഹേർഡ് എന്നുള്ളതാണ്. ഇത്രയും കാലത്തിന് ശേഷമാണ് ഒരു റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാൻ വരുന്നത്. ആ റിപ്പോർട്ട് പോലും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മുന്നിൽ എത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കോട്ടാണ് നമുക്ക് അവിടെ ഓർമ്മ വരുന്നത്. കേൾക്കാൻ നമ്മൾ താല്പര്യം കാണിച്ചിരുന്നല്ല, ഐദർ ദേ വർ പ്രിഫറബിളി അൺഹേർഡ്, അല്ലെങ്കിൽ അവർ ഡെലിബറേറ്റ്ലി സൈലൻസ് ചെയ്യപ്പെട്ട് വെച്ചിരുന്ന കുറേ ആൾക്കാരായിരുന്നു. പർട്ടിക്കുലർലി ഫിലിം മേഖലയിൽ നിന്ന് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ ചുറ്റിപ്പറ്റി ഇത്രയധികം ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ ഇത് ഇനിയും ഞങ്ങൾ ഇത്രയും അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായി
ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി പലപ്പോഴും മറ്റുള്ളവർ കണ്ട് ഇംബൈബ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എൻ്റർടൈൻ മേഖലയ്ക്ക് ഒരുപാട് ഫോക്കസ് കിട്ടാനുള്ളൊരു കാരണവും അത് തന്നെയാണ്. പലപ്പോഴും ആവശ്യത്തിലധികം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇംബൈബ് ചെയ്യുന്ന, ഒരുപാട് ശ്രദ്ധ കിട്ടുന്ന ഒരു മേഖലയാണ് എൻ്റർടൈൻമെൻറ്റ് ഫിലിം മേഖല എന്ന് പറയുന്നത്. അത്തരമൊരു മേഖലയിൽ നിന്ന് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകൾ പിന്നെയും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ, സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തങ്ങൾ നേരിടുന്ന അബ്യൂസുകളെ പുറത്തു പറയാനും അതിന് ഞങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് കിട്ടുമെന്നും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നും സമൂഹം ഞങ്ങളെ കേൾക്കുമെന്നും ഞങ്ങൾക്ക് കേൾക്കാൻ, ഞങ്ങൾക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമെന്നുള്ള അടുത്ത തലമുറയുടെ അവബോധം കൂടിയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഇത്രയും പെട്ടെന്ന് പറയാൻ വരുന്നുള്ളൂ. എനിക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ മാം പറഞ്ഞ പോലെ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി കുറേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഡിസ്കഷൻസ് പൊളിറ്റിക്കലായിട്ടായിരുന്നില്ല, എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ ഡിസ്കഷൻസ് നടന്നിരുന്ന സമയത്ത് ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഫിസിക്കൽ അബ്യൂസിനെ പറ്റി മാത്രമായിരുന്നില്ല, നിങ്ങൾ പറയുന്ന ഓരോ കോമൻസും എങ്ങനെ നമ്മളെ ബാധിക്കും, അത് എത്രത്തോളം കാലം അതൊരു മെൻ്റൽ ട്രോമയിലേക്ക് നമ്മെ നയിക്കും, ഇതെല്ലാം സംസാരിച്ചിരുന്നു. വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ചർച്ചയുടെ അവസാനം 2-3 ആൺകുട്ടികൾ ഞങ്ങൾക്കിപ്പോൾ FUGP ഉണ്ട്, അതായത് 4 ഇയർ UG പ്രോഗ്രാം ഉണ്ട്. സ്കൂൾ കഴിഞ്ഞ് നേരിട്ട് 4 ഇയർ പ്രോഗ്രാമിലേക്ക് വന്ന കുട്ടികളാണ്. അവരിൽ 2 കുട്ടികൾ ഇങ്ങനെ അവർ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ഇങ്ങനെ 1-2 കമൻസ് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതവരെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നവർ അത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ളൊരു ആർജവം അവർ കാണിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം പോലും അൺഇൻറ്റൻഡഡ് ആയി തന്നെ WCCക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ചരിത്രപരമായ നേട്ടമായി തന്നെ ഞാൻ കാണുന്നു. അപ്പോൾ നാളെ ഒരു കാലത്ത് ജെൻഡറിനെ പറ്റിയും സ്ത്രീകൾക്ക് കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലും അവർക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെയും അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയും പറ്റി പഠിപ്പിക്കുമ്പോൾ ഉറപ്പായും ബിഫോർ WCC അല്ലെങ്കിൽ ബിഫോർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ WCC, ആഫ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഉറപ്പായും അതൊരു ലാൻഡ് മാർക്ക് ആയിരിക്കും. ബിഫോർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ചേഞ്ചിനെ മാർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും കൂടെ പറയുന്നു. പിന്നെ ആസ് മാം ഹാസ് ഓൾറെഡി മെൻഷൻഡ് ഹിയർ, സ്ട്രഗിൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല, അത് ഉറപ്പായും എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്ന് തോന്നുന്നു. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പൊളിറ്റിക്സ്. നമുക്കിപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, എത്ര രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ICC ഉണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീ. എത്ര സ്ത്രീകൾ പ്രസിഡന്റുമാരായി വരുന്നുണ്ട് ഒരു പാർട്ടിയുടേത്, അല്ലെങ്കിൽ എത്ര സ്ത്രീകൾ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ പഠിക്കുന്ന കേരള സർവകലാശാലയിലാണെങ്കിൽ പോലും അവിടെ ആൺകുട്ടികളേക്കാൾ പെൺകുട്ടികളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളത്. പക്ഷേ വൺസ് അവർ PGയോ PhDയോ പോയി അത് കഴിഞ്ഞതിന് ശേഷം എത്ര പേർ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പൊളിറ്റിക്സ് അടക്കമുള്ള പല മേഖലകളും ഇനിയും പഠനം നടക്കേണ്ട മേഖലകൾ തന്നെയാണ്. അതിനെല്ലാം ഉള്ളൊരു പ്രചോദനമായി കൂടി WCCക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും മാറാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ചർച്ചയുടെ ശരിയായൊരു ചോദ്യമാണ് ഗംഗ ഉയർത്തിയത്. ശരിയാണ്, അധികാരം രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്. അവിടെ സ്ത്രീ വരുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ ചോദ്യം ഗംഗ ഉയർത്തിയ ആ ചോദ്യത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇത് തുടരണമെന്നാണ് ആഗ്രഹം. എല്ലാ മാസവുമെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ബോധം നമ്മൾ കത്തിച്ച് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇതങ്ങ് അണഞ്ഞു പോകും. അപ്പോൾ അത് WCCക്ക് ഊർജം കൊടുക്കാനായി അടുത്ത മാസവും ഇതുപോലൊരു ചർച്ച സംഘടിപ്പിക്കണമെന്നുണ്ട്. ഇന്നിവിടെ വന്ന ഇത് ഗീതാഞ്ജലി കൃഷ്ണനും എൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തൊരു ചർച്ചയായിരുന്നു. അപ്പോൾ വളരെയേറെ സഹായം ഗീത ചേച്ചിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പിന്നെ ഇവിടെ വരുന്ന ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇന്ന് ഗണേശ ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ പ്രശ്നം കാരണം നമ്മൾ വിചാരിച്ച അത്ര ആൾക്കാർ വന്നിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ സാർത്ഥകമായ ഒരു 2 മണിക്കൂറുകളായിരുന്നു ഇത്. പല മേഖലകളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി. നമുക്കൊക്കെ തന്നെ ഒരു ഊർജം കിട്ടിയിട്ടുണ്ട്. ഈ ഊർജം നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ കാര്യമാണ്. ഇവിടെ ഇതിൽ നിന്ന് വന്ന നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചന്ദ്രമതി ചേച്ചി, ബീന പോള്, സജിത മഠത്തിൽ, മിനി സുകുമാർ, സീമ, അനീഷ വന്നു, അനീഷ പോയി,
ഉഷ വീത്തി, ഗംഗ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒപ്പം കേൾക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി. പിന്നെയും കാണാം.